അഫ്യഷിപ്പിൻ്റെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഔഷധവാഴയായ കരിങ്കലതി കുലച്ച് വിരിഞ്ഞ് പടലയൊക്കെ ചേറി. അപ്പോൾ അതിൻ്റെ കൂമ്പ് നമുക്കിന്ന് നല്ല വൻപയറൊക്കെ ഇട്ട് തോരൻ വെക്കാം. കീടനാശിനികൾ പ്രയോഗിക്കുന്ന കാബേജൊക്കെ തോരൻ വെച്ച് കഴിക്കുന്നതിന് പകരം ഇത് ഇങ്ങനെ കൊത്തി അരിഞ്ഞ് തോരൻ വെച്ച് കഴിക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു അരക്കപ്പ് വൻപയർ ഉപ്പും ഒരു 2 ഗ്ലാസ് വെള്ളവും കുക്കറിൽ ഒഴിച്ച് നമ്മളിതുപോലെ വേവിച്ച് വെക്കണം. വെന്ത പയർ ഊറ്റിയെടുത്ത വെള്ളം കളയരുത്. നമുക്ക് തോരൻ വെക്കുവാൻ ഇത് ആവശ്യമാണ്. പിന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ജീരകവും 7 അല്ലിയോളം വെളുത്തുള്ളിയും 3 വലിയ ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും എടുക്കുക. ഇതുപോലെ അരിഞ്ഞ് ലാസ്റ്റിൽ കിട്ടുന്ന ഇതങ്ങ് കളയുകയാണ് കേട്ടോ. കൂമ്പ് നമ്മൾ അരിഞ്ഞ് ഇത് കട്ടിയുള്ള ഭാഗമാണ് കളഞ്ഞേക്കണം. പിന്നെ നമ്മൾ ആ കൂമ്പിൽ തേനുള്ള അല്ലി ഉണ്ടായിരുന്നല്ലോ, അതും നമ്മൾ ഔഷധവാഴ ആയതുകൊണ്ട് കളയുന്നില്ല. അതും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൽ ചേർക്കുന്നുണ്ട്. പിന്നീട് 1 സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ കയ്യിലോട്ട് ഒഴിച്ച് പുരട്ടി നമ്മൾ ഈ കൂമ്പിനകത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ കൂമ്പിൽ പുരട്ടി ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒരു പർപ്പടകം കാച്ചുന്ന കമ്പി വെച്ച് ഇങ്ങനെ വട്ടം ഇങ്ങനെ കറക്കുക. അപ്പോൾ കറയും നൂല് പോലുള്ള കുറച്ച് ഭാഗവും നമ്മൾക്ക് ആ കമ്പിയിൽ ഇങ്ങനെ ചുറ്റിക്കിട്ടും. അതൊരു 3-4 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂമ്പ് തോരൻ ക്ലിയറായി, കറയൊക്കെ ഇങ്ങ് പോരും. ഇതിനായിട്ട് 1 കപ്പ് തേങ്ങ ചിരകിയെടുക്കണം. എന്നിട്ട് മിക്സിയിലേക്ക് ആ 3 അല്ലി ചുവന്നുള്ളിയും എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ജീരകവും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ ചിരകി വച്ചിരിക്കുന്ന ആ തേങ്ങയും ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പും ഇട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുക. എന്നിട്ട് ചട്ടി ചൂടാക്കാൻ വെക്കുക. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചത് നന്നായി തിളച്ചതിന് ശേഷം 1 സ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക. അതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് അല്പം കറിവേപ്പിലയും ഇട്ട് ഒന്ന് ഇളക്കി ഏകദേശം ബ്രൗൺ കളറാകുമ്പോൾ ഈ അരപ്പ് നമ്മൾ അതിലേക്കിട്ട് ഒന്ന് ഇളക്കണം. അതിലേക്ക് നമ്മൾ പയർ വേവിച്ച വെള്ളം പറഞ്ഞില്ലേ, അത് കളയരുതെന്ന്, അത് ഇതിലേക്ക് ഒഴിക്കുക. ഒപ്പം പയറും ഇടുക. നമുക്ക് കുറച്ച് വെള്ളം കൂടി പിന്നീട് ചേർക്കേണ്ടി വരും. അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന കൂമ്പ് ഇടുക. അത് നന്നായിട്ട് ഈ അരപ്പുമായിട്ട് ചേരത്തക്ക വണ്ണം ഇളക്കി ചേർക്കുക. ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേരേണ്ടതുണ്ട്. അല്പം വെള്ളമൊഴിച്ച് വീണ്ടും നമ്മൾ ഇളക്കി ഇതുപോലെ ഒന്ന് കൂട്ടി ഒന്ന് പൊത്തി വെച്ച് അടച്ച് വെച്ച് വേവിക്കുക. ആവി വന്ന ശേഷം അല്പം കഴിഞ്ഞ് ഒന്ന് തുറന്ന് വീണ്ടും ഇളക്കി വീണ്ടും അതുപോലെ തന്നെ ഒന്ന് പൊത്തി വെച്ച് അടച്ച് വെച്ച് വീണ്ടും വേവിക്കുക. വീണ്ടും തുറന്ന് നമ്മൾ ഒന്ന് ഇളക്കി ഇതുപോലെ ചിക്കി ഇടുക എന്ന് പറയും. നമ്മുടെ അമ്മച്ചിമാരൊക്കെ പറയുന്ന വാക്കാണ് ചിക്കി ഇടുക. ഈ വെള്ളം ഒന്ന് തോരത്തക്ക വണ്ണം നല്ല രുചികരമായ കൂമ്പ് തോരനാണിത്. ഔഷധവാഴയുടെ കരിങ്കലതിയുടെ കൂമ്പ് വെച്ച് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നതാണ്. ഒരു പ്ലേറ്റിൽ ഇത്തിരി കൂമ്പ് തോരനും നല്ല ചൂട് കുത്തരി ചോറും കൂടെ ചേർത്ത് ഇത് മാത്രം ചുമ്മാതൊന്ന് ഇളക്കി കഴിച്ചാൽ എന്ത് രസമാണെന്നറിയും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.